ഏകദേശം 25,20,252,000,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടു. ഭൗമശാസ്ത്രപരമായ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കടലിലെ 96% ജീവികളും കരയിലെ നട്ടെല്ലുള്ള 70% മൃഗങ്ങളും 83% പ്രാണികളും പൂർണ്ണമായും നശിച്ചുപോയി. എന്തായിരുന്നു ആ ദുരന്തത്തിന് കാരണമെന്ന് ഇന്നും വ്യക്തമല്ല. എന്നാൽ ആ വലിയ ദുരന്തം ഭൂമിയിൽ നിന്ന് ജീവനെ പൂർണ്ണമായും തുടച്ചുമാറ്റിയില്ല. പകരം അതൊരു പുതിയ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. അപ്പോഴാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തരായ ജീവികൾ ഉയർന്നുവന്നത്, ദിനോസറുകൾ. പെർമിയൻ ട്രയാസിക് വംശനാശം എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തോടെ ഭൂമിയുടെ ചരിത്രത്തിൽ മെസോസോയിക് എന്ന പുതിയൊരു കാലഘട്ടം തുടങ്ങി. ഏകദേശം 18,60,186,000,000 വർഷങ്ങളോളം ഈ കാലഘട്ടം നീണ്ടുനിന്നു. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഭൂമി ഇന്നത്തെ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങിയത്. അന്ന് ഭൂമിയിലെ കരഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്ന് പാഞ്ചിയ എന്ന ഒരൊറ്റ വലിയ വൻകരയായിരുന്നു. പിന്നീട് ഈ വലിയ കരഭാഗം പിളർന്ന് ലൊറേഷ്യ, ഗോണ്ട്വാന എന്നീ 2 വൻകരകളായി മാറി. കാലങ്ങൾ കഴിഞ്ഞ് അത് വീണ്ടും പിളർന്ന് ഇന്നത്തെ ഭൂഖണ്ഡങ്ങളായി മാറുകയും അവയ്ക്കിടയിൽ കടലുകൾ രൂപപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കരകൾ പരസ്പരം വേർപിരിഞ്ഞത് തികച്ചും വ്യത്യസ്തമായ പുതിയ ജീവിവർഗങ്ങൾക്കും ആവാസവ്യവസ്ഥകൾക്കും കാരണമായി. കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞാൽ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ കാലമായിരുന്നു ഈ മെസോസോയിക് കാലഘട്ടം. ഇന്നത്തെ പോലെ അന്ന് ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇടയ്ക്കിടെ താപനിലയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതിനനുസരിച്ച് അവിടുത്തെ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടിയും വന്നു. മെസോസോയിക് കാലഘട്ടത്തെ പ്രധാനമായും 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ട്രയാസിക് കാലഘട്ടം. ഏകദേശം 25,20,00,000 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി 5,10,00,000 വർഷത്തോളം ഇത് നീണ്ടുനിന്നു. പാഞ്ചിയ എന്ന വൻകര വേർപിരിയാൻ തുടങ്ങിയത് ഈ സമയത്താണ്. ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴയ പർവ്വതനിരകളിൽ ഒന്നായ ഊറുൽ പർവ്വതനിരകൾ പൂർണ്ണമായും രൂപപ്പെട്ടതും ഈ കാലത്താണ്. അന്ന് അവയ്ക്ക് ഇന്നത്തേക്കാൾ ഉയരമുണ്ടായിരുന്നു. ഈ കാലത്തെ കാലാവസ്ഥ വളരെ വരണ്ടതും ചൂടേറിയതുമായിരുന്നു. അതുകൊണ്ടുതന്നെ അന്ന് ധാരാളം മരുഭൂമികൾ ഉണ്ടാകുകയും കരയിലെ ജലാശയങ്ങൾ കുറയുകയും ചെയ്തു. ട്രയാസിക് കാലഘട്ടത്തിന്റെ ഒട്ടുമിക്ക സമയത്തും അന്തരീക്ഷത്തിൽ 10 മുതൽ 15% വരെ മാത്രമേ ഓക്സിജൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏകദേശം 21,50,00,000 വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് ഓക്സിജന്റെ അളവ് 19% ഉയർന്നു. കടലിലെയും കരയിലെയും പുതിയ സസ്യങ്ങളുടെ വളർച്ചയാകാം ഇതിന് കാരണം. ആദ്യകാലത്ത് പുരാതനമായ പന്നൽച്ചെടികളായിരുന്നു ഭൂമിയിൽ കൂടുതലെങ്കിലും പിന്നീട് സൈക്കാഡ്സ്, ജിങ്കോ, കോണിഫറുകൾ പോലെയുള്ള കുറച്ചുകൂടി വികസിച്ച സസ്യങ്ങൾ അവയുടെ സ്ഥാനം കൈയടക്കി. ഇവയിൽ പല സസ്യങ്ങളും ഇന്നും ഭൂമിയിലുണ്ട്. കരയിൽ മാറ്റങ്ങൾ നടക്കുന്ന അതേ സമയത്ത് കടലിലും ജീവികൾ പരിണമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദുരന്തത്തിന് ശേഷം ശൂന്യമായ സമുദ്രങ്ങളിൽ പുതിയതരം ആമകളും മത്സ്യങ്ങളും നിറയാൻ തുടങ്ങി. അന്ന് കടലിലെ പ്രധാന വേട്ടക്കാർ ഇക്ത്യോസോറുകൾ എന്ന വിഭാഗമായിരുന്നു. പിന്നീട് കടലിലെ ഏറ്റവും മികച്ച വേട്ടക്കാരായി ഇവർ മാറിയെങ്കിലും ട്രയാസിക് കാലഘട്ടത്തിൽ അവ അത്രത്തോളം വികസിച്ചിരുന്നില്ല. ഇതിനൊരു ഉദാഹരണമാണ് 24 കോടി മുതൽ 21 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിച്ചിരുന്ന സിംബോസ്പോണ്ടിലസ്. 6 മുതൽ 10 മീറ്റർ വരെ നീളമുണ്ടായിരുന്ന ഇവ പ്രധാനമായും മത്സ്യങ്ങളെയാണ് വേട്ടയാടിയിരുന്നത്. ഇവയുടെ ശരീരത്തിന്റെ പകുതിയും നീളമുള്ളതും വഴക്കമുള്ളതുമായ വാലായിരുന്നു. വലിയ തലയും നീണ്ടതും കൂർത്തതുമായ വായും ചെറിയ പല്ലുകളും ഇവക്കുണ്ടായിരുന്നു. ഇവയുടെ കൈകാലുകൾ നീന്താനുള്ള ചിറകുകൾ പോലെയായിരുന്നെങ്കിലും വെള്ളത്തിൽ ശരീരത്തിന്റെ ബാലൻസ് നിർത്താൻ മാത്രമാണ് അവ ഉപയോഗിച്ചിരുന്നത്. പാമ്പുകളെപ്പോലെ ശരീരം വളച്ചു വാലാട്ടിയാണ് ഇവ നീന്തിയിരുന്നത്. അതുകൊണ്ടുതന്നെ ഇവയ്ക്ക് നീന്താൻ വലിയ വേഗത ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കരയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആർക്കോസോറിയ എന്ന പുരാതന വിഭാഗമായിരുന്നു. ദിനോസറുകൾ, മുതലകൾ, പക്ഷികൾ എന്നിവരുടെയൊക്കെ പൂർവികരാണ് ഇവ.
ട്രയാസിക് കാലഘട്ടത്തിന്റെ പകുതിയോടെയാണ് ഇതിൽ നിന്നും ദിനോസറുകൾ പ്രത്യേക വർഗമായി മാറുന്നത്. എന്നാൽ അന്ന് അവർക്ക് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ഓക്സിജന്റെ അളവ് കൂടിയപ്പോൾ മാത്രമാണ് ദിനോസറുകൾ വലുപ്പം വെക്കാനും ഭൂമിയിലെ പ്രധാനികളായി മാറാനും തുടങ്ങിയത്. എന്നാൽ ദിനോസറുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജീവിവർഗമുണ്ട്. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ് ട്രയാസിക്കിന്റെ അവസാനകാലത്ത് ജീവിച്ചിരുന്ന ഒലിഗോകൈഫസ് എന്ന ചെറിയ ജീവികൾ. ഇന്നത്തെ സസ്തനികളോട് അവിശ്വസനീയമായ സാമ്യമുള്ള ഒരുതരം സൈനോഡോൺസ് ആയിരുന്നു ഇവ. ഏതാണ്ട് 50 സെന്റിമീറ്റർ മാത്രം നീളവും രോമങ്ങളുമുള്ള ഇവ കാഴ്ചയിൽ ഇന്നത്തെ ചെറിയ കാട്ടുപൂച്ചകളെയോ കീരികളെയോ പോലെയായിരുന്നു. ഉഷ്ണരക്തമുള്ള ഇവ സസ്യഭോജികളായിരുന്നു. ഇന്നത്തെ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ചൈന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവ ജീവിച്ചിരുന്നു. ഇന്നത്തെ ചില മൃഗങ്ങളെപ്പോലെ ഇവ മാളങ്ങളുണ്ടാക്കി താമസിക്കുകയും കുഞ്ഞുങ്ങളെ പാൽ കൊടുത്ത് സംരക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഈ സ്വഭാവം ഇവയ്ക്ക് ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ഇത്രയൊക്കെ പ്രത്യേകതകളുണ്ടായിട്ടും ജുറാസിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഭക്ഷണത്തിന്റെ കുറവുകൊണ്ടും മറ്റു ജീവികളുടെ ഭീഷണി കൊണ്ടും ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു. ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ഭൂമിയിൽ വീണ്ടും വലിയൊരു നാശം സംഭവിച്ചു. ട്രയാസിക് ജുറാസിക് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കുന്ന ഈ സംഭവത്തിൽ ഒട്ടേറെ ഉഭയജീവികൾക്കും ഉരഗങ്ങൾക്കും സസ്യങ്ങൾക്കും വംശനാശം സംഭവിച്ചു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ കടൽനിരപ്പിലെയും കാലാവസ്ഥയിലെയും പെട്ടെന്നുള്ള മാറ്റങ്ങളോ ആകാം ഇതിന് കാരണം. എങ്കിലും ഈ വംശനാശം ദിനോസറുകൾക്ക് ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തു. തുടർന്നാണ് മെസോസോയിക് കാലഘട്ടത്തിലെ രണ്ടാമത്തെ പീരീഡായ ജുറാസിക് ആരംഭിക്കുന്നത്. 20 കോടി 10 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി 14 കോടി 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത് നീണ്ടുനിന്നു. പാഞ്ചിയ എന്ന സൂപ്പർ ഭൂഖണ്ഡം പൂർണ്ണമായും വേർപിരിഞ്ഞ് ഇന്നത്തെ ഭൂഖണ്ഡങ്ങളോട് സാമ്യമുള്ള കരഭാഗങ്ങൾ ഉണ്ടായത് ഈ സമയത്താണ്. കരകൾ തമ്മിൽ വേർപിരിഞ്ഞതുകൊണ്ട് ഓരോ ഭൂഖണ്ഡങ്ങളിലും തികച്ചും വ്യത്യസ്തമായ മൃഗങ്ങളും സസ്യങ്ങളും വളർന്നുവന്നു. ജുറാസിക് കാലഘട്ടത്തിലെ കാലാവസ്ഥ വളരെ ഈർപ്പമുള്ളതും ചൂടുള്ളതുമായിരുന്നു. ഇത് വലിയ ഉഷ്ണമേഖലാ വനങ്ങളും സൈക്കാഡ്സ്, കോണിഫറുകൾ പോലെയുള്ള സസ്യങ്ങളും വളരാൻ സഹായിച്ചു. കരയിൽ ദിനോസറുകൾ ശരിക്കും വരണം തുടങ്ങിയ കാലമായിരുന്നു ഇത്. ഒരു പൂച്ചയുടെ വലുപ്പമുള്ള ചെറിയ ദിനോസറുകൾ മുതൽ സോറോപോഡുകൾ എന്ന് വിളിക്കുന്ന ഭീമൻ സസ്യഭോജി ദിനോസറുകൾ വരെ അന്നുണ്ടായിരുന്നു. ബ്രാക്കിയോസോറസ്, ബ്രോണ്ടോസോറസ്, ഡിപ്ലോഡോഗസ് എന്നിവയായിരുന്നു അവയിൽ പ്രധാനികൾ. ഇരുപത്തിയഞ്ച് മുതൽ 30 മീറ്റർ വരെ നീളവും 75 ടണ്ണിലധികം ഭാരവുമുള്ള ടൈറ്റാനോസോറസ് ആയിരുന്നു കൂട്ടത്തിലെ ഏറ്റവും വലിയവൻ. ഈ ഭീമൻ ദിനോസറുകളുടെ ഒരു പ്രത്യേകത അവയുടെ സാക്രൽ ബ്രെയിൻ ആയിരുന്നു. നട്ടെല്ലിന്റെ പിൻഭാഗത്തായി തലച്ചോറിലേതിനേക്കാൾ 20 ഇരട്ടി കൂടുതൽ നാഡീകോശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അറ ഇവയ്ക്കുണ്ടായിരുന്നു. ഇത് ശരീരത്തിലെ നാഡീവ്യൂഹത്തിന് കൂടുതൽ ഊർജം നൽകാൻ സഹായിക്കുന്ന ഗ്ലൈക്കോജൻ നിറഞ്ഞ ഒരു ഭാഗമായിരുന്നിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. കരയിലെന്ന പോലെ കടലിലും ദിനോസറുകളുടെ കാലത്ത് വലിയ മാറ്റങ്ങൾ നടന്നു. സമുദ്രങ്ങളിൽ വിവിധയിനം കക്കകളും അതുപോലെ ഇക്ത്യോസോറസ്, പ്ലിയോസോറസ് തുടങ്ങിയ വലിയ വേട്ടക്കാരായിരുന്നു പ്രധാനികൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഒഫ്താൽമോസോറസ്. നമ്മൾ നേരത്തെ കണ്ട സിംബോസ്പോണ്ടിലസ് എന്ന ജീവിയുടെ പിൻഗാമികളാണ് ഇവർ എന്ന് കേട്ടാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. പഴയ ജീവിക്ക് പാമ്പിനെപ്പോലെയുള്ള നീളമുള്ള ശരീരവും കുറഞ്ഞ നീന്തൽ ശേഷിയുമായിരുന്നെങ്കിൽ 16 കോടി മുതൽ 14 കോടി 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒഫ്താൽമോസോറസിന് ഇന്നത്തെ ഡോൾഫിനുകളോട് സാമ്യമുള്ള ശരീരപ്രകൃതിയായിരുന്നു. 6 മീറ്ററോളം നീളവും ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള കരുത്തുറ്റ വാലും വെള്ളത്തിൽ അതിവേഗം നീന്താൻ ഇവയെ സഹായിച്ചു. അന്തരീക്ഷവായു ശ്വസിച്ചിരുന്ന ഇവയ്ക്ക് ഏതാണ്ട് 20 മിനിറ്റോളം വെള്ളത്തിനടിയിൽ തുടരാനും മണിക്കൂറിൽ 7 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാനും കഴിഞ്ഞിരുന്നു. കണവകളെയും മറ്റ് ചിപ്പികളെയും ഒക്കെയാണ് ഇവ പ്രധാനമായും ഭക്ഷിച്ചിരുന്നത്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ കണ്ണുകളായിരുന്നു.
ഏകദേശം 10 സെന്റിമീറ്റർ വ്യാസമുള്ള വലിയ കണ്ണുകൾക്ക് സംരക്ഷണമായി ഒരു പ്രത്യേക അസ്ഥിവളയവും ഉണ്ടായിരുന്നു. ഈ പ്രത്യേകത ഇവയ്ക്ക് കൂരിരുട്ടിലും വളരെ വ്യക്തമായി കാണാൻ സഹായിച്ചു. അതുകൊണ്ടുതന്നെ മറ്റു വലിയ കടൽ ജീവികൾക്ക് കടന്നുചെല്ലാൻ കഴിയാത്ത 600 മീറ്ററോളം ആഴമുള്ള കടലിന്റെ അടിത്തട്ടിൽ പോയി സുരക്ഷിതമായി വേട്ടയാടാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. മെസോസോയിക് കാലഘട്ടത്തിലെ അവസാനത്തെയും ഏറ്റവും നീളം കൂടിയതുമായ പീരീഡ് ആണ് ക്രെറ്റേഷ്യസ് കാലഘട്ടം. 14 കോടി 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി 7 കോടി 90 ലക്ഷം വർഷത്തോളം ഇത് നീണ്ടുനിന്നു. ഈ സമയത്താണ് ഇന്ത്യ ആഫ്രിക്കയിൽ നിന്ന് വേർപെട്ട് ഏഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങിയത്. തെക്കേ അമേരിക്ക പടിഞ്ഞാറോട്ടും നീങ്ങി. ഈ കാലഘട്ടത്തിലെ കാലാവസ്ഥ പൊതുവെ തണുപ്പുള്ളതായിരുന്നു. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഏറ്റവും പ്രശസ്തരായ ടി-റെക്സ് എന്ന് വിളിക്കുന്ന ടൈറാനോസോറസ്, ട്രൈസെറട്ടോപ്സ് എന്നീ ദിനോസറുകൾ ജീവിച്ചിരുന്നത് ഈ കാലത്താണ്. എന്നാൽ ദിനോസറുകളേക്കാൾ ഈ കാലഘട്ടത്തെ വ്യത്യസ്തമാക്കുന്നത് പൂക്കളുള്ള സസ്യങ്ങളുടെ വരവാണ്. ഭൂമിയിൽ ആദ്യമായി പുല്ലുകളും പൂക്കളുള്ള മരങ്ങളും ഉണ്ടായി. ഇവയുടെ പോഷകഗുണമുള്ള വിത്തുകൾ പല ജീവികൾക്കും ഭക്ഷണമായി മാറി. ഇത് മാമൽസ് അഥവാ സസ്തനികളുടെ വളർച്ചയ്ക്ക് വലിയ കാരണമായി. ഇക്കാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു സസ്തനിയായിരുന്നു ട്രെപ്പനോമേമസ്. കാഴ്ചയിൽ ഇന്നത്തെ ടാസ്മേനിയൻ ഡെവിളിനെപ്പോലെയിരുന്ന ഇവയ്ക്ക് 1 മീറ്ററോളം നീളവും 12 മുതൽ 14 കിലോ വരെ ഭാരവുമുണ്ടായിരുന്നു. ഇവ ചെറിയ ദിനോസറുകളെ വരെ വേട്ടയാടി തിന്നിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം കടലിൽ ഇക്ത്യോസോറസ്, പ്ലീസിയോസോറസ്, മോസസോറസ് തുടങ്ങിയ ഭീമന്മാരുടെ ആധിപത്യമായിരുന്നു. എന്നാൽ ഏകദേശം 9 കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിനടിയിലുണ്ടായ വൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം കടലിലെ ഓക്സിജന്റെ അളവ് കുത്തനെ കുറയുകയും ഈ കടൽ ജീവികളിൽ പലതിനും വംശനാശം സംഭവിക്കുകയും ചെയ്തു. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാന സമയം മെസോസോയിക് യുഗത്തിലെ ഏറ്റവും തണുപ്പേറിയ കാലമായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന എല്ലാ ജീവികൾക്കും ഈ കൊടിയ തണുപ്പുമായി പൊരുത്തപ്പെടേണ്ടി വന്നു. ഉദാഹരണത്തിന് ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ വടക്കൻ അലാസ്കയിൽ ജീവിച്ചിരുന്ന നന്യൂക്സോറസ് എന്ന ദിനോസർ. ഭീകരനായ ടി-റെക്സ് കുടുംബക്കാരനാണെങ്കിലും അവനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരുന്നു ഇവൻ. വെറും 6 മീറ്റർ നീളവും 1000 കിലോ ഭാരവുമേ ഇവനുണ്ടായിരുന്നുള്ളൂ. അതായത് ടി-റെക്സിന്റെ 1/8 ഭാരം മാത്രം. ആ മഞ്ഞുമൂടിയ സ്ഥലത്ത് ഭക്ഷണത്തിന്റെ കുറവുള്ളതുകൊണ്ടാകാം ഇവയ്ക്ക് വലുപ്പം വെക്കാതിരുന്നത്. കൊടുംതണുപ്പിലും 6 മാസം നീളുന്ന രാത്രിയിലും പിടിച്ചു നിൽക്കാൻ ഇവന്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. തണുപ്പകറ്റാൻ ഇവയുടെ ശരീരം മുഴുവൻ തൂവലുകൾ കൊണ്ട് മൂടിയിരുന്നു. മാത്രമല്ല കൂരിരുട്ടിൽ ഇരതേടാൻ വളരെ മികച്ച കാഴ്ചശക്തിയും ഗന്ധമറിയാനുള്ള കഴിവും ഈ ദിനോസറുകൾക്കുണ്ടായിരുന്നു. ഇന്നത്തെ പക്ഷികളെപ്പോലെ നല്ല ബുദ്ധിശക്തിയും സ്വന്തം കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കാനുള്ള കഴിവും ഇവർക്കുണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. എന്നാൽ ഇത്രയൊക്കെ ബുദ്ധിശക്തി ഉണ്ടായിട്ടും ആ കൊടുംതണുപ്പുമായി പൊരുത്തപ്പെട്ടിട്ടും എയാസാസിനും മറ്റ് ദിനോസറുകൾക്കും രക്ഷപ്പെടാനായില്ല. ഏകദേശം 6 കോടി 60 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ആ വലിയ ദുരന്തം സംഭവിച്ചു. ക്രെറ്റേഷ്യസ് പാലിയജീൻ എക്സ്റ്റെൻഷൻ എന്ന് വിളിക്കുന്ന ആ വലിയ ഉൽക്കാപതനത്തിൽ പറക്കാത്ത ദിനോസറുകളും കടലിലെ ഭീമന്മാരും ആകാശത്തെ ടെറസോസ് ഉൾപ്പെടെ ഭൂമിയിലെ ഒട്ടുമിക്ക ജീവികളും എന്നേക്കുമായി ഇല്ലാതായി.
ദിനോസറുകൾ ഒഴിഞ്ഞുപോയ ആ ഭൂമി പിന്നീട് സസ്തനികളും പക്ഷികളും കൈയടക്കി. അതോടെ ഭൂമിയുടെ ചരിത്രത്തിൽ സീനസോയിക് എന്ന പുതിയൊരു യുഗം ആരംഭിച്ചു. ഈ യുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? മറ്റാരുമല്ല, പ്രകൃതിയെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഇന്നത്തെ മനുഷ്യനായ ഹോമോ സേപ്പിയൻസിന്റെ ഉത്ഭവം തന്നെ. മനുഷ്യന്റെ പരിണാമം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാലം തന്നെ തെളിയിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിസ്മയങ്ങൾക്കായി നമ്മുടെ വണ്ടർ വേൾഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തന്നേക്ക്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.